ഈ കർണാടകയിലെ ബുൾഡോസർ രാജിന്റെ ഒരു നേർചിത്രമാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും രാജ്യസഭാ അംഗവുമായിട്ടുള്ള റഹീം സഖാവ് ഇവിടെ വിശദീകരിച്ചത്. ഇവിടെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ച അങ്ങേയറ്റത്തെ അവഗണന രാജ്യത്തിപ്പോൾ ചർച്ചയായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇത്തരം കാര്യങ്ങളോട് ചില ആളുകൾ കാണിക്കുന്ന അങ്ങേയറ്റത്തെ അവഗണനയും ഈ വാർത്തകൾ തമസ്കരിക്കാനുള്ള ചില ഇടപെടലുകളും നമ്മൾ കണ്ടതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ, ചില ഇടങ്ങളിൽ മാധ്യമങ്ങൾക്ക് ഇത്തരമല്ല ചില കാര്യങ്ങൾ പർവ്വതീകരിക്കാൻ കാണിക്കുന്ന ആവേശവും നമ്മൾ കണ്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം ഇവിടെ നടത്തിയത്. ഇതുപോലെ ചേരികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ചു കൊടുത്തു. ചേരികളിൽ താമസിക്കുന്ന ആരോരുമില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു, അവർക്ക് ജോലി കൊടുത്തു. ഇത്ര ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് സർവേ നടത്തി കണ്ടെത്തി. ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ദിവസം കേരളത്തിൽ ചില മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ള വെപ്രാളവും അതിനെ തമസ്കരിക്കാൻ, അത് തട്ടിപ്പാണെന്ന് വരുത്തീർക്കാനൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വല്ലാത്ത വ്യഗ്രത ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ വ്യഗ്രത കാട്ടിയിട്ടുള്ള മാധ്യമങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്രമാത്രം ക്രൂരത നടപ്പാക്കുമ്പോൾ ഈ നിലയിൽ വാർത്തകൾ തമസ്കരിക്കുന്നു എന്ന ഒരു സംശയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അതുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസിനെ, രാജ്യത്തെ കോൺഗ്രസിനെ കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജയ് ഗാന്ധിയുടെ കാലത്ത് നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ഓപ്പറേഷൻ നമ്മൾ മറന്നിട്ടില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു വീടിന് ജപ്തി നോട്ടീസ് ആണെങ്കിൽ ഒരുപക്ഷെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മാധ്യമ ചർച്ചയും വൈകുന്നേരങ്ങളിലെ ഇരുട്ടുമുറി ചർച്ചയെല്ലാം നമ്മൾ കാണുമായിരുന്നു. പക്ഷെ ഇതിപ്പോ കേരളമല്ലല്ലോ, കർണാടകയായതുകൊണ്ട്, പ്രത്യേകിച്ച് അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് അതൊന്നും വേണ്ടതില്ല എന്ന രൂപത്തിലാണ് ചില ആളുകൾ ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ആര് തന്നെ അവഗണിച്ചാലും സോഷ്യൽ മീഡിയയും ജനങ്ങളെയാകെയും അണിനിരത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഈ കോൺഗ്രസിന്റെ യോഗി ആദിത്യനാഥിനോട് കിടപിടിക്കുന്ന ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഈ രാഷ്ട്രീയ വഞ്ചനക്കെതിരെ, ഈ ജനവിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഇടപെടലും ഡിവൈഎഫ്ഐ നടത്തും എന്നാണ് പ്രഖ്യാപിക്കാനുള്ളത്. കേരളത്തിൽ നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാധ്യമങ്ങൾ തമസ്കരിച്ച ഈ വാർത്തകൾ, ഈ ചിത്രങ്ങൾ ഞങ്ങൾ പ്രദർശിപ്പിക്കും. അതിശക്തമായിട്ടുള്ള യുവജന പ്രതിഷേധം ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. നേർസാക്ഷ്യം, കർണാടകയിലെ ബുൾഡോസറിന്റെ നേർസാക്ഷ്യം എന്ന പേരിൽ, കർണാടകയിലെ ബുൾഡോസർ രാജിന്റെ നേർസാക്ഷ്യം എന്ന പേരിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. നാളെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും കർണാടക സർക്കാരിന്റെ ബുൾഡോസറിന്റെ നേർസാക്ഷ്യങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിഷേധ യോഗം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് കർണാടകയിലെ കോൺഗ്രസിന്റെ ഈ നെറികെട്ട സമീപനം തുറന്നു കാട്ടും എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം അതിശക്തമായിട്ടുള്ള യുവജന പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും.